ഹലോ. അപ്പം ഞങ്ങൾ പൂരത്തിന് പോകാൻ വേണ്ടി പുറപ്പെടുക കേട്ടോ. എന്താ ഞാനൊരുങ്ങി, കുട്ടികളൊക്കെ ഒരുങ്ങി, എന്താ ഞങ്ങൾ പോവുക കേട്ടോ. ചെറിയ പൂരാട്ടോ, ആനയോ കാളവേലയോ ഒന്നുമില്ല കേട്ടോ. കുഞ്ഞു പൂരാണ്. എൻ്റെ അച്ഛൻ്റെ തറവാടിൻ്റെ അവിടെ ഉള്ളൊരു അമ്പലത്തിൽ കേട്ടോ പൂരം. ഇതവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാട്ടോ, നാളികേരം എറിയുക. ഇതാണ് ഇപ്പോൾ അവിടെ കാര്യം. നല്ല രസമാട്ടോ ഇത് എറിയുന്നത് കാണാൻ. അതായത് അവിടെ ചെണ്ട കൊട്ടുന്നുണ്ടോ, ആ ചെണ്ട കൊട്ടുന്ന താളത്തിനനുസരിച്ചിട്ടാട്ടോ നാളികേരം എറിയുക. ആദ്യം പതുക്കെ 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 എറിയും, പിന്നെ ഇങ്ങനെ സ്പീഡ് കൂടണം. ഒരാൾ മാത്രമായിട്ട് ഇത് എറിയുക. അങ്ങനെ തലങ്ങും വിലങ്ങും തലങ്ങും വിലങ്ങും ഒരുപാട് നാളികേരം ഉണ്ട് കേട്ടോ. അവർ നമ്മൾ വഴിപാട് ചെയ്ത് വെക്കുന്നതാട്ടോ. നമുക്കിപ്പോൾ എത്ര നാളികേരം വേണോ, നാളികേരമൊക്കെ അമ്പലത്തിൽ തന്നെ ഉണ്ട്, വേണോ അത് നമ്മൾ വഴിപാടാക്കുക. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വെക്കുക. അങ്ങനെയാണ് വിശ്വാസം. അപ്പം അത് ഇങ്ങനെ എറിഞ്ഞ് ഉടയ്ക്കും. ഒരുപാട് നേരം ഉണ്ടായിരുന്നു കേട്ടോ അത്. അപ്പം ആ ചെണ്ട കൊട്ടിനനുസരിച്ചിട്ട് നാളികേരം ഇങ്ങനെ എറിയും. നമുക്ക് കാണാൻ തന്നെ നല്ലൊരു രസമാണ് കേട്ടോ. കാരണം അതായത് ഇവിടെ മാത്രമേ, ഇപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലം കേട്ടോ ഇത് ആദ്യമായിട്ട് കാണുന്നത്, ഇങ്ങനെ നാളികേരം എറിയുന്നത്. കണ്ടിട്ടുണ്ട്, പക്ഷെ അത് വേറെ രീതിയിലാണ്. ഇവിടെയാണ് ഇപ്പം ഞാനിങ്ങനെ ഇരുന്നിട്ട് ഒരാൾ മാത്രം ഇങ്ങനെ കൈകൊണ്ട് തലങ്ങും വിലങ്ങും ആ ചെണ്ടയുടെ ആ താളത്തിനനുസരിച്ച് അങ്ങനെ എറിയലൊക്കെ കഴിഞ്ഞ് എണീറ്റു. ഉള്ളിൽ ഇവിടെ കളമ്പാട്ടും ചുറ്റുതാലപ്പൊലിയായിട്ടും ഉണ്ടാവുക. അപ്പോൾ ഉള്ളിൽ കളമ്പാട്ട് നടക്കുകയാണ്. കളമൊക്കെ ഇങ്ങനെ വരച്ചിട്ട്, ശിവനാണ് പ്രതിഷ്ഠ കേട്ടോ. അപ്പോൾ ഉള്ളിൽ കളമ്പാട്ട് നടക്കുക. അപ്പോൾ ഇത് പഞ്ചവാദ്യം കേട്ടോ. വേറെ ഇപ്രാവശ്യം സ്റ്റേജ് പരിപാടിയൊന്നും ഇല്ല, എന്താണെന്നറിയില്ല കേട്ടോ. ഉണ്ടാവാറുണ്ട് പരിപാടിയൊക്കെ. അപ്പോൾ ഇപ്പോൾ പഞ്ചവാദ്യം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ പുറത്തിരിക്കുകയാണ്. കുഞ്ഞു കുട്ടികളായതുകൊണ്ട് അവർ ഉള്ളിൽ അധികം നേരം ഇരിക്കില്ല. അപ്പോൾ ഞങ്ങൾ ഇരുന്നതിൻ്റെ മുകളിലുള്ളൊരു ലൈറ്റ് ആട്ടോ, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. നീല കളർ കേട്ടോ. ഇതുപോലെ പച്ചയും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഒരു വൈബാണ് ഈ ഒരു പച്ചയും നീലയും ഒക്കെ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് അതിങ്ങനെ, അപ്പം പഞ്ചവാദ്യം ഇരുന്ന് ഇങ്ങനെ കാണുകയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ കുട്ടികൾ കണ്ടോ തൊപ്പി എറിഞ്ഞ് കളിക്കുക. തനുമോളാട്ടോ, അനിയത്തിയുടെ മോളാണ്, മറ്റേത് അമ്മായി. അപ്പോൾ പൂരം അതായത് ഏകദേശം അവസാനിക്കാറായി കേട്ടോ. അപ്പോൾ താലമൊക്കെ പിടിച്ചിട്ട് അങ്ങനെ അമ്പലം ഇങ്ങനെ വലം വയ്ക്കുക, 3 പ്രാവശ്യം വലം വയ്ക്കുക. അങ്ങനെ ഭഗവാന്റെ വിഗ്രഹമൊക്കെ പിടിച്ചിട്ട് ചെണ്ട കൊട്ടിയിട്ട് വലം വയ്ക്കുന്നതാട്ടോ ഇപ്പോൾ കാണുന്നത്. കുറേ നേരം ഉണ്ട് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു പൂത്തിരി പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളത് വെക്കണ കണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതായത് അവരിങ്ങനെ ചുറ്റി വരുന്നതിനനുസരിച്ചിട്ട് ഉണ്ടോ പൂത്തിരി കത്തിക്കണേ. എൻ്റെ കുട്ടസനാട്ടോ കത്തിക്കണത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കണം കേട്ടോ അത് കത്തിക്കണ കാണാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഇതിൻ്റെ ഇടയിലൊക്കെ ആട്ടോ ഓടണത്. കളിപ്പാട്ടം അടുത്ത പൂത്തിരി കേട്ടോ. ഇത് നല്ല വലുതാണ്. ഇത്ര ഉയരത്തിലെന്നറിയാം. ഒരുപാട് നേരം ഇതിങ്ങനെ നിന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങളൊക്കെ പോയി കളിപ്പാട്ടം വാങ്ങി കേട്ടോ. കളിപ്പാട്ടം വാങ്ങി, പൊരി വാങ്ങി. പിന്നെ എല്ലാവരും അമ്പലത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഉള്ളിലാട്ടോ കളമ്പാട്ട് കാണുകയാണ് അവർ. ഞങ്ങളിവിടെ പുറത്തിരുന്ന് കുട്ടികൾക്ക് പൊരി കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇതെൻ്റെ അനിയത്തി കേട്ടോ, കുട്ടസൻ്റെ മോളാണ്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവളും എൻ്റെ മോനും അനിയത്തിയുടെ മോളും അനിയത്തി എല്ലാവരും ഇരുന്നിട്ട് പൊരി കഴിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതും കാണുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഉത്സവം കഴിഞ്ഞു കേട്ടോ. അതായത് പൂരം കഴിഞ്ഞാൽ നമ്മൾ പാട്ടുകൂറ ഇടുക എന്ന് പറയുമല്ലോ. അപ്പോൾ കൂറ വലിക്കുന്നതാണ് ആ കാണുന്നത്. കൂറ വലിക്കുക എന്നാണ് ഞങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്പലത്തിലെ വെടിക്കെട്ടുള്ളത്. അമ്പലത്തിൽ വെടി പൊട്ടിക്കുന്നത് അച്ഛനാട്ടോ. വെടി പൊട്ടിക്കുന്നത്. അങ്ങനെ ഇത് അമ്പലത്തിലെ പൂരം കഴിഞ്ഞതിൻ്റെ വെടിക്കെട്ടാട്ടോ. ഇനി ഗംഭീര വെടിക്കെട്ട് വേറെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ട് ഞങ്ങൾ ആദ്യം ഇവിടെ നിന്ന് വീഡിയോ എടുത്തു കേട്ടോ. പിന്നെ കുറച്ചും കൂടി താഴോട്ട് പോയിട്ട് അവിടെ പോയിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടോ. വീഡിയോ ഒക്കെ സൂപ്പറായിട്ട് കണ്ടോ. വെടിക്കെട്ട് മിന്നിച്ചിതറുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതിൻ്റെ ഇടയിൽ കണ്ടോ കുട്ടികൾ രണ്ടാളും കൂടി, മേമയും കുട്ടിയാട്ടത്. ഇത് ചെറുതിൻ്റെ കുട്ടിച്ചൻ്റെ മോളാട്ടം ഉണ്ടോ. ഇവളാണ് അതൊന്ന്. അത് എൻ്റെ കുട്ടിയുടെയും അനിയത്തിയുടെ കുട്ടിയുടെ ഒക്കെ മേമയാണല്ലോ. അപ്പോൾ അവൾ കളിക്കുകയാണ് രണ്ടുപേരും കൂടിയിട്ട്. ഇത് വെടിക്കെട്ടിൻ്റെ ബാക്കിയാട്ടത്. അങ്ങനെ ഞങ്ങൾ പൂരമൊക്കെ കഴിഞ്ഞ് പോന്നപ്പോഴേക്ക് 12 മണിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഓട്ടോ അവിടെ നിന്ന് കിട്ടുന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ അങ്ങനെ പോന്നു.
ഒരുപാട് നേരം ഉണ്ടായിരുന്നു കേട്ടോ വെടിക്കെട്ട്. കണ്ടോ, പല കളറിൽ പല നിറത്തിൽ നല്ല രസമായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ.